ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നത് ഓർക്കിഡിൻ്റെ വീഡിയോയുമായിട്ടാണ്. ഓർക്കിഡിൻ്റെ ഒരു പോട്ടിംഗ് രീതിയാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ഒച്ചിൻ്റെ ശല്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർക്കിഡ് വളർത്തുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവരും ഓർക്കിഡ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടുന്നൊരു കാര്യമാണ് ഈ ഒരു ഒച്ചിൻ്റെ ശല്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഹാങ് ചെയ്തിടുകയാണ്. താഴെ വെക്കാതെ ഹാങ് ചെയ്തിടുമ്പോൾ ഒച്ച അതിൽ കയറില്ല. അങ്ങനെ മാത്രമാണ് നമ്മൾ ഈ ഒരു ഓർക്കിഡിനെ ഒച്ചിൽ നിന്ന് എല്ലാവരും രക്ഷിക്കുന്നത്. അപ്പോൾ ഓർക്കിഡിനുള്ള പെല്ലറ്റൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ അധികം സക്സസ് അല്ല. അത് നനഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും വേറെ നമ്മൾ വെച്ച് കൊടുക്കണം. അതുപോലെ മറ്റ് വീട്ടിൽ വളർത്തുന്ന ജീവികളൊന്നും അത് കഴിക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഓർക്കിഡ് വളർത്തുമ്പോൾ ഈ ഒച്ചിനെ കാരണം. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ തികച്ചും ഒച്ചിനെ മാറ്റി നിർത്താൻ പറ്റിയൊരു പോട്ടിംഗ് രീതിയാണ് കാണിക്കുന്നത്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓർക്കിഡ് ഹാങ് ചെയ്തിടേണ്ട ആവശ്യമില്ല, താഴെ തന്നെ വെക്കാം. ഒച്ചൊരിക്കലും കയറിയിട്ട് ഈ ഒരു പ്ലാന്റിനെ നശിപ്പിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ഓർക്കിഡിൻ്റെ ഒരു കോംബോ വാങ്ങുകയാണെങ്കിൽ ഒത്തിരി കൂടുതലായിട്ടുള്ളൊരു ഓർക്കിഡ് കിട്ടുമ്പോഴും നമ്മൾ അത് പോട്ട് ചെയ്യുന്ന അതിൻ്റെ പോട്ടി മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നമ്മളോട് അയച്ചു കൊടുക്കാൻ പറയുന്ന ഒത്തിരി പേരുണ്ട്. അതിൻ്റെ ചകിരിയുടെ തൊപ്പ് മാത്രമായിട്ടാണ് ഞാൻ ഇതുവരെ പോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്, കാരണം അവർ വർക്ക് ചെയ്യുന്നവരും അപ്പോൾ അതുപോലെ പുറത്തുള്ളവർക്കൊന്നും ഈ ഒരു ചകിരിയുടെ തൊപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ആദ്യം ഞാൻ ചെയ്ത് നോക്കി സക്സസ് ആയതിൻ്റെ ശേഷം മാത്രമാണ് ഞാനിത് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാറുള്ളൂ. അല്ലാതെ വെറുതെ എന്തെങ്കിലും ഒരു പോട്ടി മിക്സ് റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് എത്തിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിൽ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് പോട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്കത് പേടിയാണ് ചെയ്ത് നോക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് മാത്രം, അല്ലെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ വീട്ടിലുണ്ടാകുന്ന ഒരു പ്ലാന്റിൻ്റെ ഒരു കിക്കീസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പോട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ പോട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് ശരിക്കും ഞാൻ ചെയ്ത് നോക്കി സക്സസ് ആയിട്ടുള്ള കാര്യം മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഈ വീഡിയോ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാനിതുപോലെ ചെയ്ത് നോക്കി, നന്നായിട്ട് വേര് വരുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ 12 കളറിൻ്റെ ഒരു കോംബോ പാക്കിൻ്റെ പ്ലാന്റ്സുകളാണ്. അപ്പോൾ 1800 രൂപയ്ക്ക് 12 കളറിൻ്റെ ഒരു പ്ലാന്റ്സാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 12 കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 1800 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വാട്സപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ ഈ രീതിയിൽ മെറ്റൽ ഉപയോഗിച്ച് പോട്ട് ചെയ്യാൻ തുടങ്ങിയത് കാക്കയുടെ ശല്യം കൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ചകിരിയുടെ തൊപ്പ് മാത്രമാണ് പോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറ്. അപ്പോൾ അത് ടെറസിൻ്റെ മുകളിൽ വെക്കുമ്പോൾ എന്നും കാക്ക വന്നിട്ട് അതിൻ്റെ നാരൊക്കെ ചിക്കി എടുത്തിട്ട് പ്ലാന്റ് പറിച്ചിട്ടിട്ട് അവർ ആ നാര് മുഴുവൻ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ വളരെ ശല്യം കൂടിയപ്പോഴാണ് ഞാൻ ചകിരിയുടെ നാര് കാക്ക കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ മെറ്റൽ ഇട്ടിട്ട് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പ്ലാന്റിനൊരു പ്രശ്നമില്ല, കാക്കയുടെ ശല്യമില്ല, അതുപോലെ പ്ലാന്റ് നന്നായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോട്ട് ചെയ്യുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. നമ്മൾ കുറച്ച് ഈ പോട്ടിൽ നിറയെ ഹോൾസുള്ള പോട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് മെറ്റൽ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഡെൻഡ്രോബിയത്തിൻ്റെ തൈകൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ കടഭാഗം തീരെ താഴേക്ക് താഴ്ന്നു പോകരുത്, അത് മുകളിലാകുന്ന രീതിയിൽ മാത്രമാണ് നമ്മളത് പോട്ട് ചെയ്യേണ്ടത്. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പ്ലാന്റ്സ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറേ മെറ്റൽ ഇട്ട് കൊടുക്കരുത്. ഏറ്റവും താഴെ മെറ്റൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പോട്ട് ഈ ഒരു പ്ലാന്റ് വെച്ചിട്ട് കുറച്ച് പോട്ടിൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രം മെറ്റലിട്ടിട്ട് അതിൻ്റെ കടഭാഗം മുഴുവനായിട്ട് നല്ല കാറ്റും വെളിച്ചം കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വീട്ടിലുള്ള ഒരു പ്ലാന്റ്, ഏതെങ്കിലും ഒരു പ്ലാന്റ് കിക്കീസ് എടുത്തിട്ട് ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു കിക്കീസ് എടുത്തിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സക്സസ് ആവുന്ന പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോംബോ വാങ്ങിയിട്ട് ഇതുപോലെ പോട്ട് ചെയ്യാം. ഒരു പ്രശ്നം പ്ലാന്റിന് വരില്ല, നല്ല ഹെൽത്തി ആയിട്ട് വളരും ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്ന് നിറയെ പൂക്കളും വരും. അപ്പോൾ വളങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം. ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് NPK സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ ഗ്രോത്തിനും ഫ്ലവറിങ്ങിനും കൂടെ അത് നല്ലതാണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാവർക്കും ഓർക്കിഡ് നനയ്ക്കുന്ന രീതികൾ അറിയാമെന്ന് കരുതുന്നു. കഴിയുന്നതും രാവിലെ തന്നെ നനയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പെട്ടെന്നൊന്ന് നനച്ചുകൊണ്ട് പോവാതെ 2-3 പ്രാവശ്യമായിട്ട് രാവിലെ ഒന്ന് നനച്ചു കൊടുത്താൽ അതിൻ്റെ തണുവ് നന്നായിട്ട് ആ പ്ലാന്റിൽ നിൽക്കും.
അപ്പോൾ നനയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് വെള്ളം പിടിച്ചു കൊടുക്കുക തന്നെ വേണം, എങ്കിൽ നല്ല ഗ്രോത്താണ്. അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് മാത്രമല്ല വെള്ളം കൂടെ നന്നായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഡെയിലി നനച്ചു കൊടുക്കുക. ലീഫും പ്ലാന്റും ഈ പോട്ടി മിക്സ് നന്നായിട്ട് കുറച്ച് തണവ് വരുന്നത് വരെ വെള്ളം പിടിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ NPK ചെയ്തു കൊടുക്കാൻ പറ്റാത്തവർക്ക് ഏറ്റവും നല്ലത് ജൈവവളം ചെയ്യുന്നതാണ്. നമുക്ക് ചാണകവെള്ളം പുളിപ്പിച്ചിട്ട് അതിൻ്റെ സ്ലറി ആഴ്ചയിൽ 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിന് ഇരട്ടി വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നല്ല വെയിലുള്ള സമയത്ത് മാത്രം അത് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഫ്ലവറിങ്ങിനും ഇതുപോലത്തെ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് പോട്ട് ചെയ്ത് നോക്കൂ, നല്ല സക്സസ് ആവും. അതുപോലെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലവർ ഇപ്പോൾ ഡെൻഡ്രോബിയം വെറൈറ്റിയിൽ ഫ്ലവർ വന്നിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണം. ഫ്ലവർ ഉണങ്ങി തീർന്നു പോയാൽ അതിൻ്റെ സ്റ്റെമ്പ് കട്ട് ചെയ്ത് കളയണമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഡെൻഡ്രോബിയം വെറൈറ്റിയിലത് അത് കട്ട് ചെയ്ത് കളയണം. കാരണം അതിന് പുതിയൊരു സ്പൈക്ക് വരിക അല്ലെങ്കിൽ പുതിയ ഫ്ലവർ അതിൻ്റെ മുകളിൽ കൂടെ ഡെൻഡ്രോബിയം വെറൈറ്റിക്ക് വരില്ല. അപ്പോൾ അത് വിരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് താഴത്തേക്ക് ഇറക്കിയിട്ട് തന്നെ കട്ട് ചെയ്ത് കളഞ്ഞോളൂ. പിന്നെ നമുക്ക് ഫെലോപ്സിൻ്റെ ആണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. അതിൽ മിക്കവാറും എണ്ണത്തിലും പുതിയ സ്പൈക്ക് അതിൽ വരും. അതുപോലെ അതും അല്ലെങ്കിൽ അതിൽ നിന്ന് കിക്കീസും വരുന്നതാണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ അതിൻ്റെ ഈ ഒരു ഇത് ഡെൻഡ്രോബിയത്തിൻ്റെ കട്ട് ചെയ്ത് കളഞ്ഞോളൂ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വീഡിയോ മുടങ്ങാതെ കാണുകയും കമൻറ്റ് ഇടുകയും ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അങ്ങനെ ഒരാളെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ അവരുടെ പേര് ഞാൻ പറയാം, മുഹമ്മദ് ബിഷാർ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓഫർ വരുന്നതിന് മുമ്പേ നമ്മുടെ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത ആ സമയത്ത് തന്നെ കണ്ട് അതിൽ കമൻറ്റ് ഇടാറുണ്ട് ഞാൻ ഈ ഒരു ഓഫർ പറയുന്നതിന് മുമ്പേ തന്നെ. അപ്പോൾ ഞാൻ മുഹമ്മദ് ബിഷാർ എന്നാണ് അവരുടെ പേര്. അവർക്ക് നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ട് അവരുടെ കറക്റ്റ് അഡ്രസ്സും ഫോൺ നമ്പറും തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗിഫ്റ്റ് പ്ലാന്റ് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഏറ്റവും കൂടുതൽ ആരാണ് നമ്മുടെ വീഡിയോ സ്ഥിരമായി കണ്ട് കമൻറ്റ് ഇടുന്നതെന്ന് നോക്കാം. അപ്പോൾ അവർക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.